വാട്ട്സ്ആപ്പ് ഗൈസ്, ദിസ് മീ മെക് 46. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ എക്സോസ്റ്റ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ ഇരിക്കുന്ന BS3NS ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അതിൽ എക്സോസ്റ്റ് ഇളക്കിയതിൻ്റെ ഒരു കഥയാണ് പറയാൻ വരുന്നത്. അടുത്ത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് 3Indയുടെ എക്സോസ്റ്റ് ആണ്, DB കട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്കതിന് DB കില്ലർ ചെയ്യണ വീഡിയോ ഒക്കെ പിന്നീട് ഇടാം. അപ്പോൾ ഇത് ഇളക്കാൻ തന്നെ കുറച്ച് പാടുണ്ടായിരുന്നു. എൻ്റെ കൈയൊക്കെ ഉണ്ടാ വൻ ടാസ്ക്കാണ് ഇളക്കണം. അതാണ് ഇളക്കണത് ഞാൻ കാണിക്കാത്തത് മെയിനായിട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഡബിൾ സ്റ്റാൻഡ് പറഞ്ഞതാണ്, അതായത് ഫസ്റ്റ് NSലില്ല, പിന്നെ സെക്കൻഡ് NSലൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അത് മീൻസ് BS3യിൽ സെൻട്രൽ സ്റ്റാൻഡ് ഇല്ല, അടുത്ത് പറഞ്ഞ BS4ലൊക്കെയാണ് സെൻട്രൽ സ്റ്റാൻഡ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഇളക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു. കാരണം ഇതിൻ്റെ ഈ ടയർ പുതിയ ചെയിൻ സ്പ്രോക്കറ്റൊക്കെ ഉണ്ട്, ടയർ ഇങ്ങോട്ടാണ് നീങ്ങിയിരുന്നത്. അപ്പോൾ ഇവിടെ തട്ടി നിൽക്കുമായിരുന്നു. അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒരു കുറച്ച് പാട് പെട്ടു. വേറെ ക്ലാമ്പിനൊന്നും ബെൻഡൊന്നുമില്ല, പക്കയിൽ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ ഒരു 3Indയുടെ എക്സോസ്റ്റ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്, DB കട്ട് ചെയ്തത്. എൻ്റെ ഒരു കാര്യം പറയാമല്ലോ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ചെയ്ത സാധനം തന്നെയാണ്. ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിട്ട് ചെയ്യിപ്പിച്ച അതേ സാധനം, ബെൻഡും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതായിരുന്നു. സെയിൽ ചെയ്ത് പിന്നെയും സെയിലായി എൻ്റെ അടുത്ത് തന്നെ തിരിച്ച് വന്ന സാധനമാണിത്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ശ്യാം ചെയ്ത ബെൻഡാണ്, നിങ്ങൾക്കറിയായിരിക്കും, വൈറ്റ് പേൾ എന്നാണ് പേര്. അപ്പോൾ അവൻ ചെയ്ത ബെൻഡാണ്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ക്ലാമ്പൊക്കെ ഇളക്കി മാറ്റണം, കാരണം വെച്ചാൽ ഈ ക്ലാമ്പ് നമുക്ക് സൂട്ടാവില്ല, പകരം വേറെ ക്ലാമ്പ് എടുക്കേണ്ടി വരും. അപ്പോൾ ഇതുവരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, എക്സോസ്റ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമാണ്. നമുക്കൊരു ജസ്റ്റ് ക്ലാമ്പ് ഇവിടെ നിന്ന് ചെയ്യേണ്ടി വരും. പിന്നെ താഴത്തത് ഓരോ ആംഗിളിനനുസരിച്ച് അതിൽ വെൽഡ് ചെയ്തിട്ടുള്ള ഈ പോർഷൻ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്, ഈ വെൽഡ് ചെയ്തിങ്ങനെ പോർഷനില്ല. അപ്പോൾ ഇത് നമുക്കൊരു അറസ്റ്ററായിട്ട് കൊടുക്കാം. അത് മീൻസ് നമ്മളിപ്പോൾ ഒരു ചേസ് ഇങ്ങനെ വരുമല്ലോ, ചേസിൻ്റെ പുറത്ത്, അതായത് അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഒരു ജസ്റ്റ് അറസ്റ്ററായിട്ട് കൊടുക്കാം. എന്നിട്ട് ഇവിടുത്തെ ക്ലാമ്പ് വലിച്ച് വെച്ച് ടൈറ്റ് ചെയ്യാം. പിന്നെ ഇത് നമുക്ക് സെൽഫ് ടേപ്പിംഗ് ബോൾട്ട് വെച്ച് അടിച്ച് വയ്ക്കാൻ പറ്റുമെന്ന് നമുക്ക് പിന്നീട് നോക്കാം. ഏതായാലും ഇത് ബോൾട്ട് നെറ്റ് വെച്ച് കണക്ട് ചെയ്യണ ഭാഗമാണ്, പക്ഷേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ ഇന്നലെ വെച്ച് നോക്കിയായിരുന്നു, നൈറ്റ് ആയതുകൊണ്ടാണ് പിന്നെ വീഡിയോ എടുക്കാത്തത്. അപ്പോൾ നമുക്കിനി ആവശ്യമുള്ള സാധനം ഞാൻ കാണിച്ചു തരാം. ഇത് ഒരു L ക്ലാമ്പാണ്, ഞാൻ അടിച്ച് നൂത്ത് ഇങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇവിടെ ഹോളുണ്ട്. ഈ കർവ് വന്നിട്ട് ഞാൻ ചെയ്തെടുത്ത സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ട് ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ ഇവിടെ 10ൻ്റെ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്താൽ മതി. പിന്നീട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 13ൻ്റെ നട്ടും ബോൾട്ടുമാണ്. അപ്പോൾ ഈ 13ൻ്റെ എന്ന് പറയുമ്പോൾ ഞാൻ ഈ റാച്ചറ്റ് വെച്ച് പിടിക്കുന്ന അളവാണ് പറഞ്ഞത്, ഇത് 13ൻ്റെ ആണ്. 13ൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഹാൻഡിൽ വയ്ക്കുന്ന നേരത്തൊക്കെ ടൈറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യത്തെ സാധനം കിട്ടൂലേ, ആ ഒരു സാധനമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം നിങ്ങളുള്ള ബോൾട്ടും എടുത്തിട്ടുണ്ട്, ബോൾട്ട് നെറ്റും എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിത് വേറെ കാര്യം പറയാൻ മറന്നുപോയി. ഇതിൻ്റെ ഇവിടെ വയ്ക്കുന്ന ഒരു ഗ്യാസ്കറ്റ് ഓൾറെഡി ഞാൻ എക്സോസ്റ്റ് ഇളക്കിയപ്പോൾ അതിൽ തന്നെ ഇരുന്നിട്ടുണ്ട്. എക്സോസ്റ്റ് മാത്രമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വാങ്ങിച്ചത് റെഡിയായി. അപ്പോൾ ഇത് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് കയറ്റി ചെയ്യാൻ മതി. അപ്പോൾ ഫൈനലി ഗൈസ്, നമ്മളത് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് വേറെ പണിയൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ജസ്റ്റ് എടുത്ത് വയ്ക്കുക, ഈ അണ്ടർബെൽ ഊരിനെ മാത്രം വെച്ച് മെനക്കേടായിട്ടുള്ളൂ. സെൻട്രൽ സ്റ്റാൻഡ് എല്ലാം പക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് സെൻട്രൽ സ്റ്റാൻഡ് ഇളക്കി മാറ്റേണ്ടി വരുമെന്നാണ് വിചാരിച്ചത്. അകത്ത് ആ ഓറിങ് ഉള്ളതുകൊണ്ട് അവിടെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് പ്രോപ്പർലി വെക്കാൻ പറ്റി. പിന്നെ ഇതിലൊരു അറസ്റ്റർ ഞാൻ കാണിച്ചു തരാം. എന്താ ഇവിടെ കണ്ടോ ക്ലാമ്പ്,
ആ ക്ലാമ്പ് വന്നിട്ട് മേളിൽ തട്ടി നിൽക്കുന്നതുകൊണ്ട് ഇത് അങ്ങോട്ട് മൂവ്മെൻറ്റ് വരില്ല. അല്ലെങ്കിൽ മൂവ്മെൻറ്റ് വരില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെറ്റ് തട്ടി നിൽപ്പുണ്ട്. അപ്പം അടിയിലത്ത് നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത് ഇവിടെയും ടൈറ്റ് ചെയ്ത് വലിച്ചു വെച്ചാണ് ടൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എക്സോസ്റ്റിന് ഒരു ഷേക്കും ഇല്ല, കണ്ടോ, ഒറ്റ ഷേക്ക് പോലും ഇല്ല. ഇവിടെ നല്ല വെയിലാണ്, അതുകൊണ്ടാണ് ഇത് വെട്ടം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കി സൗണ്ട് കേട്ടാലോ. സ്ലോ സ്പീഡ് അഡ്ജസ്റ്റ് വെച്ചിട്ടാണ് പെട്ടെന്നൊക്കെ ഓഫായി പോകുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് എന്തെങ്കിലും വെച്ച സാധനമല്ലേ. പിന്നീട് നമുക്ക് ചിലപ്പം ഇനി ഇതിൽ DV സെറ്റ് ചെയ്യേണ്ടി വരും. DV സെറ്റ് ചെയ്യാൻ ഇന്ന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷേ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഷോപ്പ് തുറക്കുമെന്ന് അറിഞ്ഞൂടാ. ഇവിടെ ഹോളൊക്കെ ചെയ്തിട്ടുണ്ട് DV സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. ഇതിൻ്റെ കണക്കായിട്ടുള്ള പൈപ്പ് ഇട്ട് അകത്ത് എന്തെങ്കിലും വെച്ച് കൺവേർട്ട് ചെയ്ത് ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പം ഇത് വേറെ ഇഷ്യൂസൊന്നുമില്ല, പക്കയായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ കൂടെ കണ്ടിട്ട് വരാം. ഓക്കെ, നമ്മൾ സ്ട്രോങ് അടിക്കണം. നമ്മളെന്തിനു മേടിക്കണം? സീന് പോലീസ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് എന്നെ വിളിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിന്ന് വ്യത്യസ്തമായ വീഡിയോകൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.